ഇറാനിൽ യുദ്ധത്തിന്റെ ഒന്നാം നാൾ അമേരിക്ക വധിച്ച ആയത്തുള്ള അലി ഖമനേയിക്ക് വിട നൽകാൻ ഇറാൻ. മുൻ പരമോന്നത നേതാവിന്റെ വിലാപയാത്ര ഇന്ന് തുടങ്ങും. നാളെ ഖോമിൽ, മറ്റന്നാൾ ഇറാഖിലെ പുണ്യസ്ഥലങ്ങൾ വലം വയ്ക്കും. സംസ്കാരം 9-ാം തീയതി ജന്മനാടായ മഷാദിൽ ഇല്ലാതാക്കുമെന്ന് ട്രംപിന്റെ ഭീഷണി ഭയന്ന് പങ്കെടുക്കാതെ മുസ്തഫ ഖമനേയി. യുക്രൈനിൽ ആക്രമണം ശക്തമാക്കിയ റഷ്യ. തലസ്ഥാനമായ കീവിലേക്ക് ഇന്നലെ രാത്രി തുടർ മിസൈൽ ആക്രമണങ്ങൾ. പലതവണ ആക്രമണം ഉണ്ടായെന്ന് വാർത്താ ഏജൻസി AFP. തന്ത്രപ്രധാന പട്ടണമായ കുസ്റ്റിയാൻവിക് പിടിക്കാനുള്ള പോരാട്ടം ശക്തമാക്കിയ റഷ്യ. കരുത്തോടെ ചെറുത്ത് യുക്രൈൻ. പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സന്ദർശിക്കുന്നത് ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ. ലക്ഷ്യം ആക്ട് ഈസ്റ്റ് വെസ്റ്റ് നയത്തിലൂടെ പൗരസ്ത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കും. പശ്ചിമേഷ്യൻ സംഘർഷകാലത്ത് ഇന്ത്യക്കാരെ ചേർത്ത് പിടിച്ച ഖത്തറിന് ദോഹയിലെത്തി നന്ദി പറഞ്ഞ് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദുമായി കൂടിക്കാഴ്ച. ഇന്ത്യൻ സമൂഹവുമായും ചർച്ച നടത്തി. 15-ാം തീയതി വരെ നീളുന്ന വിദേശ സന്ദർശനത്തിൽ മറ്റ് GCC രാജ്യങ്ങളും അമേരിക്കയും സന്ദർശിക്കും. സംഭാവന തട്ടിപ്പ് വിവാദത്തിനിടെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് യോഗം ഇന്ന്. ചമ്പത് റായുടെയും അനിൽ മിശ്രയുടെയും രാജിയടക്കം ചർച്ചയ്ക്ക്. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള 4 പ്രതികളെ പോലീസ് ജയിലിൽ ചോദ്യം ചെയ്യും. ലോകകപ്പിന്റെ ക്വാർട്ടർ കാണാതെ ബ്രസീൽ പുറത്ത്. എർലിംഗ് ഹാലൻഡിന്റെ നോർവേയോട് തോറ്റത് 1-2 ഗോളുകൾക്ക്. 7 ഗോളുകളുമായി ഹാലൻഡ് മെസ്സിക്കും എംബാപ്പയ്ക്കൊപ്പം ക്വാർട്ടർ കാണാതെ ബ്രസീൽ പുറത്താകുന്നത് 1990 ശേഷം ഇതാദ്യം. വിരമിക്കൽ പ്രഖ്യാപിച്ച് സൂപ്പർ താരം നെയ്മർ. മെക്സിക്കോയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനൽ. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ബന്ധു നിയമനം വിവാദത്തിൽ കൃഷിമന്ത്രി T. സിദ്ദിഖും ശുപാർശ. ഭാര്യയുടെ ബിസിനസ് പങ്കാളി പ്രണവ് ഹരിയെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കാൻ. വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ കടുത്ത പ്രതിഷേധത്തിൽ. മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി പ്രളയം. നാടിനെ ഞെട്ടിച്ച നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുടെ വിധി ഇന്നില്ല. ആരോഗ്യ പ്രശ്നം മൂലം ജഡ്ജിക്ക് സൗകര്യം. വിധി പ്രസ്താവം ഏറ്റവും അടുത്ത ദിവസം. അച്ഛനെയും അമ്മയും മുത്തശ്ശിയെയും കൊന്ന ചെന്താമരയ്ക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്ന പ്രതീക്ഷയിൽ സുധാകരന്റെ മകൾ. ചെന്താമര പുറത്തിറങ്ങിയാൽ ഭയമെന്നും അഖില ന്യൂസ് 18നോട്. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേട് ആരോപണം ശക്തമാക്കുന്നതിനിടെ PSCയുടെ യോഗം ഇന്ന്. നടപടിക്ക് നീക്കങ്ങളുമായി സർക്കാർ. ആഭ്യന്തര അന്വേഷണം വിജിലൻസ് SP-ക്ക് പകരം പരീക്ഷാ കൺട്രോളറെ ഏൽപ്പിച്ചതിലും വിവാദം. PSC ആസ്ഥാനത്തിന് മുന്നിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഉപനേതാവിനെ തീരുമാനിക്കാനാവാത്ത പ്രതിസന്ധിക്കിടെ LDF യോഗം ചേരാൻ തിരക്കിട്ട നീക്കം. സമാധാനത്തിൽ പോകുന്നതിനിടെ CPIയെ പ്രകോപിപ്പിച്ച് പിണറായി വിജയന്റെ പ്രസ്താവന. പരസ്യമായ അതൃപ്തി പ്രഖ്യാപിച്ച് CPI നേതൃത്വം. ഈ ആഴ്ച തന്നെ യോഗം ചേർന്നേക്കും. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 9-ാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരും. കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ ഇന്ന് ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചർച്ച. കമ്പനി പ്രതിനിധികൾ പങ്കെടുക്കില്ല. ലേബർ കമ്മീഷണർ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരെ കാണും. 10-ാം തീയതി കമ്പനി പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ചർച്ച.